ഇവിടം തൊട്ട് എൻ്റെ പറമ്പ് തുടങ്ങിയാണ്. ഒരു 10-200 ഏക്കർ ഉണ്ടെന്നേ. വേണമെങ്കിൽ റോട്ടിൽ കൂടി അങ്ങ് കോളനി വരെ പോവാം. അവന്മാർ വലിയ ശല്യമാന്നേ. അതുകൊണ്ട് ഞാനതങ്ങ് അടച്ചു. ഏതോ അവിടെ നോക്കിയാൽ വേലി വിളിച്ച് അവരാധിച്ചിട്ടുണ്ടല്ലോ. കോപ്പ് കാണിച്ചു കൊടുക്കാവനേക്ക്. ഞാൻ അവിടെ വെച്ച വേലി ആരാണ്ട് വിളിച്ചേ? അയ്യോ, അത് പൊളിഞ്ഞായിരുന്നോ? പൊളിഞ്ഞതല്ല, പൊളിച്ചതാ. അയ്യോ അച്ചായ, എനിക്കറിഞ്ഞൂടാ. ആ, നിനക്ക് അറിഞ്ഞുകൂടാ. ഈ എൽദോസ് ഒന്ന് കുനിഞ്ഞ അന്നേരം കുന്തം കയറ്റാൻ നിൽക്കുന്നോ ചുറ്റിലുള്ളവര്. നീ ആ കൊലപ്പെട്ടല്ലേ? അത് അച്ചായ. എടി മതി മതി. ഇവിടെ കയറ്റിക്കൊണ്ടുപോയി എല്ലാം ഒന്ന് കാണിക്കും. അകത്തേക്ക് വെക്കോ, ഞാൻ നോക്കിയിട്ട് വരാം. എടാ ഷാജിയെ. മോളെ, എടാ ഷാജി. അതൊക്കെ എടുക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. വാ. കൊച്ചിന്റെ പേരെന്നതാ? സെലേന. ആ, വാ വാ. അടുക്കള അങ്ങോട്ടാണേ. എത്ര ആളുണ്ടെങ്കിൽ നിന്ന് പെരുമാറാൻ ഇടയുള്ള മുറികളാ എല്ലാം. വീട്ടിലെ അച്ചായമാർ പാരമ്പര്യമായിട്ട് മാതാവിന്റെ ഭക്തന്മാരാ. ഇതൊക്കെ എവിടുന്നാ? കൊറേ ഉണ്ടല്ലോ. നല്ലത് എവിടെ കണ്ടാലും അച്ചായൻ വാങ്ങിച്ചോണ്ട് വരും. ഇതൊക്കെ എവിടെ ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ ആർക്കാ പ്രയോജനം? മോളുടെ വീട് എവിടെയാ? മലയാറ്റൂരിനടുത്താ. ആ, ഇതെന്താ? അതൊരു സൈസ് പാട്ടുപെട്ടിയാ. ആ ചാവി തിരിക്കും കണ്ട് ചെയ്യണം. മോള് കൊടുത്തു വിട്ടതാ ഇറ്റലിയിൽ നിന്ന്. അയ്യോ മോളെ, ചെയ്തേക്കല്ലേ. അച്ചായന് ഇതിന്റെ മണികിണി എന്നുള്ള ഒച്ച കേൾക്കുന്നതേ കലിയാ. ഇതൊക്കെ കാഴ്ചക്ക് ഉള്ളന്നേ. വാ. നടന്നിട്ട് തീരുന്നില്ലല്ലോ ഈ വീട്. ഓരോ അറവേടന്മാരുടെ കാലത്ത് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നേ. അച്ഛൻ ചെസ് കളിക്കൂ? പിന്നെ നല്ല കളിക്കാരനാ. ക്ലബിലൊക്കെ പോയ സകല അവനെ തോപ്പിച്ചിട്ടേ വരുള്ളൂ. ഇതെന്താ, ബാറോ? ആ, കൊച്ചു കഴിക്കുവോ? അച്ചായന് ഇച്ച കഴിക്കും. ഇച്ചിരി കഴിക്കാനാണ് ഇത്രയും കുപ്പികൾ? അല്ല, ഇത്രയൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ അച്ചായനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അച്ചായന്റെ ആദ്യത്തെ പുള്ളിക്കാരി ഇല്ലായിരുന്നു, ആ ഇറ്റലിയൻ നഴ്സ്. അവരുണ്ടായിരുന്നപ്പോൾ മുകളിലത്തെ നില മുഴുവൻ ഒരു പ്രാർത്ഥനാ മുറി പോലായിരുന്നു. എന്നിട്ടെന്നാ, കല്യാണം തീരുമാനിച്ചതേ ഈ മുറി റെഡിയാക്കി അച്ചായൻ ആദ്യം ചെയ്തത്. കേറുക. എന്നാ മോളെ വിശ്രമിച്ചോ. സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. എടാ സന്തോഷേ, എന്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞു എന്നതാ? ആ റോഡ് കെട്ടി കിടക്കണമെന്നല്ലേ? വേലി എല്ലാം താ പൊളിച്ചു തൊലിച്ചു വെച്ചേക്കുന്നു. ഇരുട്ട് കണ്ട പെണ്ണുങ്ങളുടെ പാവാട പൊക്കുന്ന അവന്മാരല്ലാതെ വേറെ ആരെങ്കിലും ഈ പണി ചെയ്യടാ? ഇനി അത് വേണ്ട. അത് തന്നെ, കുറച്ച് ചുറ്റുവളഞ്ഞു പോട്ടെ നാറുകള്. അങ്ങനെയല്ലെന്ന് കല്ല് വെച്ച് കെട്ടിടക്കി. നീ വേണ്ട, പോണ്ട. നാളെ തന്നെ തുടങ്ങണം. അതെങ്ങനെയാണോ? 2 ആഴ്ച എങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? 2 പണിക്കാരോടുന്ന കേസല്ലേ ഉള്ളൂ. പിന്നെ നീ നിന്റെ സൗകര്യം വിളിച്ചു. സന്തോഷം, അവൻ അങ്ങനെ ഒരു കൊതമ്പൊക്കി നാറി. ഈ കഴപ്പൻ രാത്രിയിലും നിന്റെ ഈ കുഴ കുടഞ്ഞ ഇരിപ്പ കാണുമ്പോ എന്റെ സെലേനെ
അച്ചായ ഒരു മയത്തില്. മയത്തിലല്ലടി, അടങ്ങ്, തിരിഞ്ഞു നിൽക്കടി. അങ്ങനെ നിൽക്കേ. എന്താ അച്ചായ? എന്തേ? അച്ചായ ഇവിടെ വേണ്ട, ആരെങ്കിലും കാണും. ആരും കാണാൻ അവിടെ നിൽക്കടി. കുതിരയോടല്ലേ ആരിങ്ങോട്ട് നോക്കാൻ? ഇങ്ങോട്ട് വന്ന് നിൽക്കടി. അച്ഛൻ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? എന്തേ? ഇതല്ലേ അതിൻ്റെ ഒരു രസം? ഇതിലൊന്നും ഒരു രസമല്ല, വിട്ട നിങ്ങള്. എനിക്ക് ഇഷ്ടമല്ല. മോളെ വാ, ഇവിടെ വന്ന് നിൽക്ക്. മോളെ, എന്താ ചേച്ചി? ഉച്ചയ്ക്ക് എന്നതാ ഉണ്ടാക്കണ്ടേ? അതെന്തെങ്കിലും പച്ചക്കറി മതി. അയ്യോ കൊച്ചേ, ഇതൊന്നും അകത്തോണ്ട് വയ്ക്കുന്ന അച്ചായന് ഇഷ്ടമല്ല കേട്ടാ. എന്താ? അല്ല, ആ കാര്യത്തിലൊക്കെ അച്ചായൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പ്. എന്തു പറഞ്ഞു? ജീവനുള്ള ഇതുങ്ങളെ പിടിച്ച് അകത്തോണ്ട് വയ്ക്കുന്നതേ ജയിലിലിടുന്ന പോലെ അല്ലേ? അതൊക്കെ ഐശ്വര്യക്കുറവന്നേ. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. എൻ്റെ വീട്ടിലൊക്കെ നിറച്ചും ചെടികളാ. ആണോ? എന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ദേ വരുന്നു, ഞാൻ പോവാണേ. ഇതൊക്കെ എന്നതാ? രതിയൊന്നും പറഞ്ഞില്ലേ? എന്നെ അല്ല, പറഞ്ഞിരുന്നു മറ്റോ. നീ ഒരു വായനക്കാരിയെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ തപ്പുകയായിരുന്നു. നല്ല ഉഗ്രം പുസ്തകങ്ങളാ. എൻ്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്ന് ഒതുങ്ങി. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നീയും ഒരു ഒന്നാം തരം കുടുംബിനിയാവും, ഉറപ്പാ. അച്ഛൻ ചെസ് കളിക്കൂ? നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ. എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ചെയ്യട്ടെ. എന്തേ? ആ കടുപ്പമാര് കുണച്ചു കുണച്ച് എന്റെ വീട്ടിലോട്ട് കയറിയോ? എന്നാലും കാണട്ടെ. എടാ ബേബിയെ, ഏത് പരന്നാറുകളോടാ എൽദോസിന്റെ പണി തടയാമെന്ന് നിൽക്കുന്നത്? അതിനാച്ചായ ഇതുവഴി വണ്ടി പോകണ്ടായോ? എന്നാ വണ്ടി പോണല്ലേ? ഞാൻ കെട്ടിയ വേലിയും പൊളിച്ചേച്ച് മറ്റേ ഇടക്കൂടെ നിന്റെ വണ്ടി അങ്ങോട്ട് കയറ്റി കൊണ്ടോ അല്ലേ? ആരാടാ ഇത് പൊളിച്ചേ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പൊതുവഴിയല്ലേ? ആണോ? പൊതുവഴിയാന്ന് നിന്റെ അപ്പനങ്ങ് തീരുമാനിച്ചു. എടാ, കഴിഞ്ഞ ഒരു മാസം മുന്നേ പറഞ്ഞോ ഇനി ഇതുവഴി പോകാൻ പറ്റില്ലെന്ന്. കല്ലെടുത്തുള്ള മാറി നിൽക്കണ ഊളകളെ. അയ്യോ അച്ഛായ, എന്താ? എന്തു പറ്റി? അല്ല, ഇതാരാ? അച്ഛൻ്റെ പുതിയ ഭാര്യ ആണോ? നീ എന്തിനാ ആണോ? ഞാൻ ഒരു ശബ്ദം. കേറിപ്പൊടിയാത്തോട്ട് കേറിപ്പോൻ. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നേ. കൊള്ളാലോ സാധനം. ആരാടാ ആരാടാ അത് പറഞ്ഞ? ആരാടാ? അച്ഛാനിങ് വന്നേ. അച്ഛാനിങ് വന്നേന്നേ. എന്താ? അച്ഛാനിപ്പോ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നല്ലേ? അതിന് അല്ല, അതിനൊന്നും ഇല്ലേ. ഈ ഉള്ളനോട് എന്തിനാ അച്ഛൻ സംസാരിക്കാൻ നിൽക്കുന്നത്? നമുക്കിവിടെ റോഡ് അടച്ചു കെട്ടണം. കെട്ടിയിരിക്കും. അച്ഛാനിപ്പോ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും. ഇനി ഈ ഊളകളൂടെ കിടന്ന് മിണക്കരുത്. മിണക്കേല മിണക്കേലെന്നേ. എന്തായാലും ഇപ്പൊ നമ്മൾ തടഞ്ഞില്ലേ, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു. നീ ആ മെമ്പറെ അച്ഛാ, ഞാൻ ഏറ്റു കേട്ടോ. അല്ല പിന്നെ മകളെ, നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടത്? നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഒരു 2-3 ആഴ്ചയെ കാണും. ഈ 3 ആഴ്ച കൊണ്ട് നീ നിന്റെ പേരും പറപ്പടം നാട്ടുകാരുടെ മുന്നിൽ തുറന്നു മനസ്സിൽ വെച്ചു. അല്ലാണ്ട് കൊത്തിച്ച് ആ വായ നോക്കി പിള്ളേര് പറയുന്ന കേട്ടാണ് അച്ഛൻ ഒച്ചെടുക്കുന്നത്. അപ്പൊ അമ്മയുടെ വായിന്നോട്ട് ഇവിടം വരെ എത്തിയല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഭ്രാന്തിക്ക് പറയുന്നേ. നീ എന്താണ് അവന്മാര് പറഞ്ഞെന്ന് കേട്ടോടി? കേട്ടു. വല്ലാത്ത കുഴപ്പമുള്ളവർ ഇങ്ങനത്തെ വർത്താനൊക്കെ പറയുള്ളൂ.
എന്ന് നിനക്കറിയില്ല. ഇരിക്കടി. നോക്കട്ടെ. ഓ, ഇച്ചിരി നിലം തൊടാമണ്ണും ചെന്നിനായകവും മുട്ടവെള്ളയിൽ അരച്ച് വയ്ക്കാൻ എതിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുരട്ടിത്തരാം. ഈ പാടൊക്കെ ഇങ്ങനെ കിടക്കുന്ന മോശമാണ്. ഇതിനുള്ള മരുന്നൊക്കെ അറിയോ? പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. നീ ഒന്ന് റീസെറ്റ് ചെയ്യും, നമുക്കൊരു ഗെയിം കളിക്കാം. വാ. എന്നും ഞാൻ കളിക്കുകയില്ലെങ്കിലും കളിച്ചാ ഇരിപ്പതായിരിക്കണമെന്നുണ്ട് എനിക്ക്. നിനക്കറിയോ, കുറുപ്പ് രഘു എൻ്റെ അടുത്ത് മാത്രമേ അടിയാറോ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ, ബുദ്ധിമുട്ടാവോ? നീ പേടിക്കണ്ടടി, ആടെ ഒന്നും ഞാൻ നിന്റെ അടുത്ത് എടുക്കുകയല്ല. ഇവിടെയും ഞാൻ നിന്റെ അടുത്തൊരു മയത്തി പെരുമാറണ്ടടി. അതല്ല, അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ഛനത് ബുദ്ധിമുട്ടാവോ? നീ കളിക്ക്. എന്റെ റാണി മിടുക്കിയാണല്ലോ. കളിക്ക്. പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അച്ഛൻ മാപ്പ് പറയാണോ? രണ്ട് നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി തരും ഞാൻ. അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോന്ന്. കളിക്കടി, കളിക്കടി. ചെക്ക്മേറ്റ്.